വാണിജ്യ ബാങ്കുകളിൽ അക്കൗണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിതമായി എടുപ്പിച്ചവർക്ക് തന്നെ സീറോ ബാങ്ക് ജൻധൻ ബാങ്ക് പ്രകാരം ആ അക്കൗണ്ടുകളിൽ ട്രാൻസാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ അക്കൗണ്ടുകളൊക്കെ മരവിച്ചു പോയി. വാണിജ്യ ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ട് തുടങ്ങി ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ അതിൽ വന്നാൽ ബാങ്കുകൾ മിനിമം ബാലൻസ് പിടിക്കും. അപ്പോൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പൂർണ്ണമായിട്ടും കിട്ടുകയില്ല. ഓണത്തിന് മുമ്പ് എല്ലാവരും പോയി ബാങ്ക് അക്കൗണ്ട് എടുത്ത് അതിൽ നിന്ന് മേടിക്കണമെന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമല്ല. ഇത് കമ്മീഷനല്ല. ഈ സാമൂഹ്യ സുരക്ഷാ കമ്പനി ഫീൽഡ് സ്റ്റാഫിന് 25 രൂപ വെച്ച് കൊടുക്കും. അങ്ങനെ ഏതാണ്ട് ഒരു 5000-ഓളം പേര് ചെറിയ ശമ്പളത്തിൽ 4000-5000 രൂപ ശമ്പളത്തിൽ ജീവിച്ചു പോരുന്നുകൊണ്ട് അവരുടെ കൂടെ ഉപജീവനം ഇത് വഴിമുട്ടിക്കും. ഇത് കേരളത്തിൽ 62 ലക്ഷം ആളുകളാണ് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ സൗകര്യമാണ്. കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴി എല്ലാ സ്ഥലത്തും ബാങ്കിലെ ഫീൽഡ് സ്റ്റാഫ് അവർ വീടുകളിൽ കൊണ്ടുവന്ന് എത്തിക്കും. എന്നാൽ ഗവൺമെൻറ് പുതിയ ഉത്തരവ് പ്രകാരം പറയുന്നത് വാണിജ്യ ബാങ്കുകളിൽ കൂടി മാത്രമേ അക്കൗണ്ട് ഉള്ളവർക്ക്, ആധാർ ലിങ്ക്ഡ് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ഇനി ഇത് വാങ്ങാൻ കഴിയൂ. ഈ 62 ലക്ഷം പേരിൽ 3 ആളുകൾക്കും വാണിജ്യ ബാങ്കുകളിൽ അക്കൗണ്ടില്ല. വാണിജ്യ ബാങ്കുകളിൽ അക്കൗണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിതമായി എടുപ്പിച്ചവർക്ക് തന്നെ സീറോ ബാങ്ക് ജൻധൻ ബാങ്ക് പ്രകാരം ആ അക്കൗണ്ടുകളിൽ ട്രാൻസാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ അക്കൗണ്ടുകളൊക്കെ മരവിച്ചു പോയി. മാത്രമല്ല, വാണിജ്യ ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ട് തുടങ്ങി ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ അതിൽ വന്നാൽ ബാങ്കുകൾ മിനിമം ബാലൻസ് പിടിക്കും. അപ്പോൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പൂർണ്ണമായിട്ടും കിട്ടുകയില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള രീതി തന്നെയാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും അതുപോലെ വാർദ്ധക്യത്തിലുള്ളവർക്കും ബാങ്കുകളുടെ മുമ്പിൽ പോയി നിൽക്കാതെ കോപ്പറേറ്റീവ് ബാങ്കുകളിലെ സ്റ്റാഫ് കൊണ്ട് അവരുടെ വീടുകളിൽ നേരിട്ട് കൊണ്ട് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ വളരെ ഫലപ്രദമായിട്ടുള്ളത്. മാത്രമല്ല, ഈ പെൻഷൻ്റെ മൂലധനം തന്നെ എങ്ങനെയാണ്? കേരളത്തിലെ എല്ലാ ഗവൺമെൻറ്റുകളും ഈ പെൻഷൻ കൊടുക്കുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകൾ കൂടി ഉൾപ്പെട്ട ഒരു വലിയ കൺസോർഷ്യത്തിൻ്റെ ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്പനിയാണ് ഗവൺമെൻറ്റിന് ഈ പെൻഷന് വേണ്ടി പണം കൊടുക്കുന്നത്. ഗവൺമെൻറ് 9% പലിശ ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് തിരികെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മൂലധനം കൊടുക്കുന്നതന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. ആ കോപ്പറേറ്റീവ് ബാങ്കുകളെ ഇപ്പോൾ ഒഴിവാക്കി വാണിജ്യ ബാങ്ക് അക്കൗണ്ടുകൾ വഴി കൊടുക്കുന്നത് ഒട്ടും പ്രായോഗികമല്ല. പ്രത്യേകിച്ച് ഓണം വരുന്നു. ഓണത്തിന് മുമ്പ് എല്ലാവരും പോയി ബാങ്ക് അക്കൗണ്ട് എടുത്ത് അതിൽ നിന്ന് മേടിക്കണമെന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമല്ല. നമ്മുടെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളെ ഓരോ ഘട്ടത്തിലും ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ UDF ഗവൺമെൻറ് മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ചിരുന്നത് 3000 രൂപയിലേക്ക് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു. ഗവൺമെൻറ് പെൻഷൻ ആദ്യ പ്രഖ്യാപനങ്ങളിൽ വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ഇത് സുഗമമായി കൊടുക്കുന്നതിനുള്ള വിതരണക്രമത്തിൽ തടസ്സം സൃഷ്ടിക്കുക കൂടിയാണ് ഇതുവഴി ചെയ്യുന്നത്. ഇതിപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് ഈ സൊസൈറ്റിയിൽ വഴി കൊടുക്കുമ്പോൾ ഇവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. ആ കമ്മീഷൻ ഇല്ലാതാകും. അതുകൊണ്ടാണ് LDF ഇവർക്ക് വിമർശനം പൊതുവെ വന്നിട്ടുണ്ട്. ഇത് കമ്മീഷനല്ല. ഈ കൺസോർഷ്യം, ഈ സാമൂഹ്യ സുരക്ഷാ കമ്പനി ഫീൽഡ് സ്റ്റാഫിന് 25 രൂപ വെച്ച് കൊടുക്കും. അത് ബാങ്കിൽ നിന്ന് കൊടുക്കുന്നതല്ല. കമ്പനി ഇത് വിതരണം ചെയ്യുന്ന ഫീൽഡ് സ്റ്റാഫിന് കൊടുക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് ഒരു 5000-ഓളം പേര് ചെറിയ ശമ്പളത്തിൽ 4000-5000 രൂപ ശമ്പളത്തിൽ ജീവിച്ചു പോരുന്നുകൊണ്ട് അവരുടെ കൂടെ ഉപജീവനം ഇത് വഴിമുട്ടിക്കും. ഇന്നലെ പാർട്ടി കമ്മിറ്റി ഉണ്ടായിരുന്നു. ശക്തമായി ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ ഉള്ള രീതിയിൽ തന്നെ നമ്മൾ പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമരത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ആദ്യം ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. LDFിലെ മറ്റ് ഘടകകക്ഷികളും ഇക്കാര്യങ്ങൾ അഭ്യർത്ഥിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പോകും. രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരും.